അനുമോളുടെ ബെഡ് മുഴുവൻ കുളമാക്കി നെവിൻ. പ്രമോയിൽ കണ്ടതുപോലെ നെവിനും അനുമോളും നല്ല ഒരു കിടിലം അടി തന്നെയാണ് നടന്നിരിക്കുന്നത്. അടിയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. പല ഭാഗത്തായി പല ആളുകളും കിടന്നു ഉറങ്ങുന്നത് കണ്ട് ക്യാപ്റ്റനായ ആര്യൻ പോയി എല്ലാവരെയും ഉണർത്തുകയായിരുന്നു. ആരും കിടന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞ് ആര്യൻ ഓരോരുത്തരെ പോയി വിളിച്ചു. അനുമോളെയായിരുന്നു ആദ്യം വിളിച്ച് ഉണർത്തിയത്. എന്നതിന് ശേഷം ഷാനവാസിനെയും പിന്നെ ആദില, നൂറ എന്നിവരെയെല്ലാം വിളിച്ച് ഉണർത്തി. എന്നാൽ അവരെല്ലാവരും ഉണർന്നെങ്കിലും അനുമോൾ വീണ്ടും കട്ടിലിൽ കിടക്കുകയായിരുന്നു. പലതവണ ആര്യൻ വിളിച്ചിട്ടും അനുമോൾ അവിടെ നിന്ന് എണീക്കുവാൻ കൂട്ടാക്കിയില്ല. അവസാനം രണ്ടാമത്തെ ക്യാപ്റ്റനായ നെവിൻ വന്നു. നെവിൻ ചെന്ന് അനുമോളോട് പറഞ്ഞു, കട്ടിലിൽ നിന്ന് എണീക്ക്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുമെന്ന്. എന്നാൽ ആ സമയം വളരെ മുരട് സ്വഭാവമായിരുന്നു അനുമോൾക്കുണ്ടായിരുന്നത്. അനുമോൾ പറഞ്ഞു, എന്റെ കട്ടിലിൽ ഞാൻ കിടക്കുന്നതിന് നിനക്ക് എന്താണെന്ന് ചോദിച്ചു. എന്നോട് കട്ടിലിൽ നിന്ന് എണീക്കുവാൻ പറയാൻ നീ ആരാണ് എന്നുള്ള തരത്തിലെല്ലാം അനുമോൾ ചോദിച്ചു. ആ സമയം നെവിൻ പറഞ്ഞു, ഞാൻ ഈ വീട്ടിലെ ക്യാപ്റ്റനാണ്, നിന്നോട് ഞാൻ എണീക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നാൽ അനുമോൾ ഞാൻ എണീക്കില്ല എന്ന വാശിയോടുകൂടി അവിടെ കിടക്കുകയായിരുന്നു. അവിടെ പുതച്ചുമൂടി കണ്ണും പൂട്ടി കിടക്കുന്ന അനുമോളോട് പലതവണ നെവിൻ എണീക്കാൻ പറഞ്ഞിട്ടും അനുമോൾ അവിടെ നിന്ന് എണീറ്റില്ല. അവസാനം നെവിൻ പറഞ്ഞു ആര്യനോട്, കുറച്ച് വെള്ളം എടുത്തിട്ട് വാ, അവളുടെ മുഖത്തുനിന്ന് തെളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്ക് കേട്ട ആര്യൻ ഒരു കപ്പിൽ വെള്ളം എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് നെവിൻ തെളിക്കാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞു, അനുമോളെ നീ എണീക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മുഖത്ത് ഈ വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞു. ആ സമയം അനുമോൾ പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒഴിക്ക്, ഒഴിച്ചാൽ നീ വിവരം അറിയും, ബിഗ് ബോസിനോടും ലാലേട്ടനോടും ഞാൻ കംപ്ലയിന്റ് ചെയ്യും എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. പലതവണ അവിടെ നിന്ന് എണീക്കാൻ പറഞ്ഞപ്പോഴും അനുമോൾ എണീക്കില്ല എന്ന വാശിയോട് കൂടി നിൽക്കുകയായിരുന്നു. ആ സമയം നെവിൻ കുറച്ച് വെള്ളമെടുത്ത് അനുമോളുടെ മുഖത്ത് തെളിച്ചു. ഇതിൽ പ്രവോക്കായ അനുമോൾ, നിന്നോടാരാ എന്റെ മുഖത്ത് വെള്ളമൊഴിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നെവിന്റെ കയ്യിൽ നിന്ന് തട്ടുകയും നെവിനോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ചെറിയൊരു പിടിയും വലിയുമെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെവിൻ പറഞ്ഞു, ഇവിടെ നിന്റെ മുഖത്ത് ഞാൻ മാത്രമല്ലല്ലോ ആദ്യമായി വെള്ളമൊഴിക്കുന്നത്, ആദിലയും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറില്ലേ എന്ന്. ആ സമയം അനുമോൾ പറഞ്ഞു, അതിന് നീ ആദിലയെ പോലെയാണോ, നീ വേറെയാണ് എന്നുള്ള തരത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. കട്ടിലിൽ നിന്ന് ചാടിയിറങ്ങിയ അനുമോൾ പോയി അനുമോളുടെ ബോട്ടിലിലുള്ള മുഴുവൻ വെള്ളവും നെവിന്റെ മേലേക്ക് ഒഴിക്കാൻ ശ്രമിച്ചു. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കവേ ഡോർ കടന്നു പോകുമ്പോൾ വീണ്ടും മേലൂടെ വെള്ളമൊഴിക്കുകയായിരുന്നു. പിന്നെ നെവിൻ ഒന്നും നോക്കിയില്ല, കിച്ചണിൽ പോയി ഒരു ചായപാത്രത്തിൽ നിറയെ വെള്ളം എടുത്തുകൊണ്ട് അനുമോളെ പ്രൊവോക്ക് ചെയ്യുവാൻ വേണ്ടി വീണ്ടും വന്നു. ആ സമയം അനുമോൾ കട്ടിലിൽ കയറി നിന്ന് ക്യാമറയോട് ചേർന്ന് നിന്ന് മൈക്കെല്ലാം നീട്ടിപ്പിടിച്ച് പറഞ്ഞു, നീ ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കി എന്ന് പറഞ്ഞ് അനുമോൾ അവിടെ നിൽക്കുകയായിരുന്നു. ആ സമയം നെവിൻ പറഞ്ഞു, ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർട്ടിയും ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ കട്ടിലിലേക്ക് ആ വെള്ളം അങ്ങ് കോരി ഒഴിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ അവിടെ കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ തിരിച്ചു പോവുകയായിരുന്നു. നെവിന്റെ ഈ പ്രവൃത്തി കണ്ട് മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും അനുമോളുടെ ചുറ്റും കൂടി. ഷാനവാസ് ഇതിൽ ഇടപെട്ട് നെവിനുമായി കയർത്ത് സംസാരിച്ചു. എല്ലാവരും നെവിന്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ നെവിൻ നടന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ ഒരു തുള്ളി വെള്ളം കുടഞ്ഞതിനാണ് അവൾ എൻ്റെ മേലൂടെ ഒരു ബോട്ടിൽ വെള്ളം ഒഴിച്ചത്. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ കാത്തു നിൽക്കുന്നത്, ഞാനും എടുത്തൊഴിച്ചു. ഈ വെള്ളം ഒഴിച്ചത് ഞാൻ തന്നെയാണ്, ഞാനല്ല ചെയ്തത് എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. ഞാൻ തന്നെയാണ് അനുമോളുടെ ബെഡിൽ മുഴുവൻ വെള്ളം ഒഴിച്ചത്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അനുമോൾ എന്നെ അവളുടെ നഖം കൊണ്ട് നന്നായി അമുക്കി, അത് എനിക്ക് നന്നായി വേദനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിനുള്ള എന്ത് പണിഷ്മെന്റ് തന്നാലും ഞാനത് ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതിനുശേഷം അനുമോൾ ഒന്ന് ചെറുതായി കരഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ശാപവാക്കുകളായിരുന്നു. അതിനിടയിൽ കുറെ ജെൻഡർ കാർഡുകളും ഇറക്കി. പറഞ്ഞ് അനുമോൾ ഷാനവാസിന്റെയും നെവിന്റെയും മാറ്ററെല്ലാം പറഞ്ഞു തുടങ്ങി. ഇത് കേട്ടപാടെ തന്നെ ഷാനവാസ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ നെവിൻ ആര്യന്റെയും ജിസയിലിന്റെയും മാറ്ററെല്ലാം പറഞ്ഞു, നീ ഒരു ഹ്യൂമൻ ക്യാമറയാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കാണ് നിന്റെ നോട്ടം മുഴുവൻ. നീ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൂട്ടിയത്? ലാലേട്ടൻ പോലും തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെയൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്ന്. എന്നിട്ട് നീ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? നീ ശരിക്കും ഒരു കുലസ്ത്രീയാണ്, ഉദ്ഘാടന കുലസ്ത്രീ എന്നാണ് അനുമോളെ ഇപ്പോൾ നെവിൻ വിളിക്കുന്നത്. നിനക്കുള്ളത് ഇവിടെ നിന്നല്ലെങ്കിലും പുറത്തു നിന്ന് കിട്ടിക്കോളും, നീ ഒന്ന് പുറത്ത് ഇറങ്ങ് എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അനുമോളുടെ സംസാരം. അനുമോൾ പറയുന്നതിനനുസരിച്ച് നെവിനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സാബുമാനും നൂറയും ചേർന്ന് മറ്റൊരു ബെഡ് അനുമോളുടെ ബെഡിലേക്ക് ഇടുവാൻ ശ്രമിച്ചു. എന്നാൽ അനുമോൾ അത് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. ഈ വെള്ളം എന്നാണോ ഉണങ്ങുന്നത് അന്ന് ഞാൻ ഈ കട്ടിലിൽ കിടന്നോളാം, ഇവിടെ വേറെയും സ്ഥലങ്ങളുണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം. പിന്നെ അനുമോളുടെ കുറെ വന്ന വഴികളെല്ലാം പറഞ്ഞു. നിന്നെപ്പോലെയല്ല, ഇത്രയും നാൾ ഞാൻ എങ്ങനെയാണ് വന്നത്, എന്നെ എത്ര വർഷമായി പ്രേക്ഷകർ കാണുന്നു, അവർക്കറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നുള്ളതൊക്കെ. അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ കണ്ട കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയായിരുന്നു. അനുമോളുടെ ഉറ്റ സുഹൃത്തുക്കൾ പോലും ആ വഴക്കിനിടയിലേക്ക് കയറി ചെല്ലാൻ നിന്നില്ല. കാരണം അനുമോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ നല്ല പുരുഷൻ, നല്ല സ്ത്രീ എന്നൊക്കെയുള്ള കാർഡുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. എല്ലാം നെവിൻ പൊളിച്ച് കയ്യിലാക്കി കൊടുത്തിട്ടുണ്ട്. അവസാനം എത്തിയപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുവാൻ വന്നവരെല്ലാം പിരിഞ്ഞുപോയി. അനുമോളെ സപ്പോർട്ട് ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അനീഷ് മാത്രമായിരുന്നു ഇടയ്ക്കിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അനീഷിനെ ആട്ടിയോടിച്ചു നെവിൻ. ഒരുപാട് നേരമായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന വഴക്കുണ്ടായിരുന്നത്. എന്തായാലും പ്രമോയിൽ കണ്ടതുപോലെ അനുമോളുടെ ബെഡ് ആകെ കുളമായി കിടക്കുകയാണ്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.